ഹലോ, അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു ട്രാവൽ ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വീഡിയോ കണ്ണൻ്റെയൊക്കെ കല്യാണം കഴിഞ്ഞ് അവൻ നാട്ടിലുള്ളപ്പോഴത്തെ വീഡിയോയാ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് എവിടെയാണെന്ന് വഴിയേ പറയാം. ആദ്യം ഞങ്ങൾ വീട്ടിലെത്തി. വീട്ടിൽ ഞങ്ങൾ എല്ലാവരും കൂടാണ് ഇനി പോകാൻ പോകുന്നത്. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഓട്ടോയിലാണ്. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഓട്ടോയിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് ആരെങ്കിലും 2 പേര് ബൈക്കിൽ പോകണം. അപ്പം അവർ പുതുമോടികളായതുകൊണ്ട് അവർ ബൈക്കിൽ പോട്ടെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ പപ്പയുടെയും അമ്മയുടെയും കൂടെ ഓട്ടോയിലും പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ മെയിനായിട്ട് പോകാൻ ഉദ്ദേശിച്ചത് എവിടെയാണെന്ന് വെച്ചാൽ അത് വഴിയെ കാണിക്കാം. ആദ്യം ഞങ്ങൾ ഓച്ചിറ അമ്പലത്തിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ തൊഴുതതിന് ശേഷമാണ് ഞങ്ങൾ മെയിനായിട്ട് പോകാൻ ഉദ്ദേശിച്ചിടത്തേക്ക് പോകുന്നത്. ഞങ്ങളീ പോകുന്ന ടൈം അമ്പലത്തിൽ 12 വിളക്ക് കഴിഞ്ഞ ആ ഒരു ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ അമ്പലത്തിലുണ്ടായിരുന്നു. ഇത് അമ്പലക്കുളമാണ്. നിറയെ ആമ്പലും താമരയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് അമ്പലത്തിൽ. ധാരാളം കടകളും സൈഡിലൊക്കെ ഉണ്ടായിരുന്നു. 12 വിളക്ക് കഴിഞ്ഞെങ്കിലും തിരക്കൊക്കെ ഉള്ളത് കൊണ്ട് കടകളൊന്നും പൊളിച്ചു കളഞ്ഞില്ലായിരുന്നു. അത്യാവശ്യം കടകളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതവിടെ കുടിൽ കെട്ടിയ ഷെഡായിരുന്നു. കുടിലൊക്കെ പൊളിച്ചു കളഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി ഞങ്ങൾ ഓട്ടോ കയറാനായിട്ട് പോവുകയാണ്. ആ സമയത്ത് കണ്ണനും ലച്ചുവും അവരുടെ ബൈക്കിൽ വരാനായിട്ട് പോയി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചു. ഓച്ചിറയ്ക്കടുത്തുള്ള അഴീക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ആദ്യം ഫുഡ് തന്നെ മുഖ്യം. അപ്പോൾ ഞങ്ങൾ ആദ്യം ചെന്നത് സാൻസ് ബേ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ്. അഴീക്കൽ തന്നെ ഉള്ളൊരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അവിടെ നമുക്ക് ലൈവായിട്ട് മീനിൻ്റെ വിഭവങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ അവിടെ ചെന്നു. ബീച്ചിൻ്റെ തീരത്ത് തന്നെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമുക്ക് കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാം. അത്രയും നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണ് ഈ നമ്മൾ പോയ സാൻസ് ബേ റെസ്റ്റോറൻറ്റ്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് എന്തെല്ലാം ഫുഡാണ്, ഏതൊക്കെ മീനാണ് വേണ്ടതെന്നൊക്കെ അവർ ചോദിക്കും. അപ്പോൾ നമ്മൾ പറയുന്ന അനുസരിച്ചാണ് അവിടെ മീനൊക്കെ എടുക്കുന്നത്. ഞങ്ങൾ കരിമീനും ചെമ്പല്ലിയാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ മീനിൻ്റെ ഐറ്റംസ് ഒക്കെ പറഞ്ഞു. അപ്പോഴേക്കും കണ്ണനും ലച്ചുവും വന്നു. നമ്മൾ കൊടുത്ത ഓർഡർ അനുസരിച്ച് അന്നേരം തന്നെയാണ് മീൻ അവർ റെഡിയാക്കി തരുന്നത്. ഫ്രൈ ചെയ്തും അതുപോലെ റോസ്റ്റ് ആണെങ്കിൽ റോസ്റ്റ്, കറി ആണെങ്കിൽ കറി. അന്നേരം അവരെന്താണോ നമുക്ക് ആവശ്യം അത് അവർ ചെയ്തു തരും. വൈശായിട്ടും ഫുഡിനുള്ള ഓർഡറൊക്കെ കൊടുക്കുക. ഞങ്ങൾ ആ സമയത്ത് വെറുതെ സെൽഫി എടുത്തും വീഡിയോ എടുത്തും ഒക്കെ ഇങ്ങനെ സമയം കളയുക. ഫുഡ് കിട്ടാൻ കുറച്ച് ലേറ്റ് ആവും. കാരണം നമ്മൾ ചെന്നതിന് ശേഷമാണ് അവർ ഓരോന്ന് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ അതുവരെ ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ നിൽക്കുക. കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ അവിടെ ഇരിക്കാനായിട്ട് പോയി. അമ്പാടിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു അമ്പാടി. നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് അകത്ത് വിരിക്കാം, പുറത്തു വിരിക്കാം. അപ്പോൾ ഞങ്ങൾ ചൂസ് ചെയ്ത പുറത്താണ്. നല്ല കാറ്റൊക്കെ കൊണ്ടിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പുറത്താണ് ഇരുന്നത്. കണ്ണനും പപ്പയും അമ്പാടിയും ചിക്കൻ ബിരിയാണിയായിരുന്നു ഓർഡർ ചെയ്തത്. അപ്പോൾ അവരുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. അവർ കഴിക്കാനായിട്ട് തുടങ്ങി. ഞങ്ങളിങ്ങനെ അവർ കഴിക്കുന്നത് നോക്കി വിശന്ന് തളർന്ന് ഇങ്ങനെ ഞങ്ങളുടെ ഫുഡിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ആഹാ, എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ ഫുഡ്. അപ്പം ഞാനും ലച്ചുവും ചട്ടിച്ചോറാണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾ രണ്ടുപേരും ചട്ടിച്ചോറ് കഴിച്ചിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ചട്ടിച്ചോറ് കഴിക്കുന്നത്. ചട്ടിച്ചോറിനകത്തെല്ലാം മീനിൻ്റെ വിഭവങ്ങളായിരുന്നു. കൂടാതെ മുട്ട പൊരിച്ചതും ചീനിയും മെഴുക്കുവരട്ടിയും തോരനും ഒക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത ചെമ്പല്ലി ഫ്രൈ. ഇനി കരിമീൻ്റെ ഫ്രൈയും കൂടെ വരാനുണ്ട്. അതുകൂടാതെ ഞങ്ങൾ കണവയുടെ റോസ്റ്റും മേടിച്ചിട്ടുണ്ടായിരുന്നു. ചട്ടിച്ചോറിനകത്തിൽ അയല വറുത്തത്, കൊഞ്ച്, ഞണ്ട്, കണവ, ചെമ്മീൻ ചമ്മന്തി, മുട്ട പൊരിച്ചത്, തോരൻ, മെഴുക്കുവരട്ടി, അച്ചാറ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. കരിമീനും എത്തി. ഞങ്ങൾ ചീനി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിക്കാൻ വേണ്ടിയിട്ട് കേരക്കൂട്ടാൻ സ്പെഷ്യലായിട്ട് വാങ്ങിച്ചതാണ്. അങ്ങനെ അമ്മയുടെയും വൈശാഖേട്ടൻ്റെയും ഊണും എത്തി. അതിനകത്തിൽ നമ്മൾ സ്പെഷ്യലായിട്ട് ചീനിയും കേരക്കൂട്ടാനുമാണ് വാങ്ങിച്ചത്. പിന്നെ അമ്മയ്ക്ക് ബീഫ് ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ബീഫ് ഫ്രൈയും വാങ്ങിച്ചു. അപ്പോൾ ഇവിടുത്തെ ഫുഡെല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. അതുപോലെ തന്നെ ഫിഷിൻ്റെ ഐറ്റംസ് ഒക്കെ നമ്മൾ ഓർഡർ ചെയ്യുന്നതനുസരിച്ച് ഫ്രഷ് ആയിട്ടായിരിക്കും ഉണ്ടാക്കി തരുന്നത്. കടൽ തീരത്തിരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു വൈബാണ് കിട്ടുന്നത്. നല്ല കാറ്റും അതുപോലെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് കഴിക്കാൻ പറ്റും. എന്തായാലും നിങ്ങൾ പോവുകയാണെങ്കിൽ ഈ ഒരു റെസ്റ്റോറൻറ്റ് മറക്കണ്ട. സാൻസ് ബേ റെസ്റ്റോറൻറ്റ്. ഈ റെസ്റ്റോറൻറ്റ് കണ്ടാൽ വളരെ ചെറുതാണെങ്കിലും ഇവിടുന്ന് കിട്ടുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് പറയാതിരിക്കാൻ വയ്യ. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. അഴീക്കൽ ബീച്ചിലൊക്കെ പോവുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ അത്യാവശ്യം എല്ലാ ഫുഡ് കിട്ടുമെങ്കിലും ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സീ ഫുഡ്സ് ആണ്. അപ്പം സീ ഫുഡെല്ലാം ഇവിടെ കിട്ടും. കഴിച്ചു കഴിഞ്ഞവർ ലൈമൊക്കെ ഓർഡർ ചെയ്ത് കുടിക്കുക. അപ്പോൾ പൈനാപ്പിൾ ലൈമാണ് ഓർഡർ ചെയ്തത്. ഞാൻ കഴിച്ചു കഴിഞ്ഞില്ല. ഞാനും ലച്ചുവൊന്നും കഴിച്ചു കഴിഞ്ഞില്ല. ഞങ്ങളുടെ പാത്രത്തിൽ ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് വയറൊക്കെ നിറഞ്ഞ് ഫുള്ളായി. ലൈമ് കുടിക്കാനുള്ള സ്പേസ് ശരിക്കും ഇല്ല. എന്നാലും നല്ല ചൂടായിരുന്നു. അതുകൊണ്ട് നല്ല ദാഹമായിരുന്നു. ദാഹമാണെങ്കിൽ സാധാരണ വെള്ളം കുടിച്ചാൽ പോരെയെന്ന് നമുക്ക് തോന്നും അല്ലേ. പക്ഷെ നമുക്ക് ഈ സോഡയും തണുപ്പും മധുരവും ഒക്കെ ചേർന്ന വെള്ളം കുടിക്കുമ്പോഴാണല്ലോ ദാഹം മാറുന്നത്. അതാണല്ലോ നമ്മുടെ ഒരു രീതി. അതുകൊണ്ടാണ് ലൈം തന്നെ ചൂസ് ചെയ്തത്. ഹോ,
അങ്ങനെ ഞങ്ങളുടെ ഫുഡിനോടുള്ള പരാക്രമമൊക്കെ കഴിഞ്ഞു. എൻ്റെ ചട്ടിക്കകത്ത് ഇച്ചിരി ചോറും മീനൊക്കെ ഇരിപ്പുണ്ട്. അത്രയും മതിയായിരുന്നു എനിക്ക്. പക്ഷേ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെപ്പറ്റി ഓർത്തപ്പം ഭയങ്കര സങ്കടം തോന്നുന്നു. അത്രയും ചോറും മീനും ഒക്കെ കളഞ്ഞല്ലോ എന്ന് ഓർത്തപ്പം. പുള്ളിക്കാരി വന്ന് കൈയും മുഖമൊക്കെ തുടയ്ക്കുക. ഞാനത് ശ്രദ്ധിച്ചില്ല. തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കെല്ലാം തുടച്ചു കഴിഞ്ഞ്. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് യാത്ര തിരിക്കുവാണ്. വേറെ സ്ഥലമൊന്നുമല്ല, അഴീക്കൽ ബീച്ച്. പോകുന്ന വഴി ഒരുപാട് ചായക്കടയും റെസ്റ്റോറൻറ്റും ഒക്കെ വേറെയും കണ്ടു. ഞങ്ങൾ സാൻസി തന്നെ വരാൻ കാരണം എന്ന് വെച്ചാൽ വൈശാഖേട്ടനൊക്കെ നേരത്തെ അവിടെ വന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് ഞങ്ങൾ സാൻസി തന്നെ പോയത്. ഈ പോകുന്ന വഴിയിൽ ഒരുപാട് റെസ്റ്റോറൻറ്റുകളൊക്കെ വേറെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അഴീക്കൽ ബീച്ചിലെത്തി. നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊരു സൈഡിലോട്ട് അങ്ങ് മാറിയിരുന്ന്. പപ്പ ഇച്ചിരി നടക്കാനുള്ളത് കൊണ്ട് ഇങ്ങോട്ട് വന്നില്ല. പിന്നെ ബാക്കിയുള്ളവരൊക്കെ അവിടെ എവിടെയൊക്കെ മാറിയിരിക്കുക. അങ്ങനെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കടൽ തോണി എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനൽ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന ഒരു ചാനലാണത്. ആ ചാനൽ ഞങ്ങളുടെ അടുത്ത് വന്ന് ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചു. ഞങ്ങളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു: കേരളത്തിൽ ഏറ്റവും കുറവ് തീരദേശമുള്ള ജില്ല ഏതാണെന്നുള്ളത്. അപ്പോൾ ഉത്തരം അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ വെയിൽ മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അമ്പാടിക്കാണെങ്കിൽ കടലിൽ ഇറങ്ങി കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർബന്ധവും പിടിക്കുക. അതിനിടയിൽ കൂടെ ചിരിയും കളിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. പാവം ഒട്ടകം ഈ വെയിലത്തൂടെ നടക്കുന്നെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താ ഈ വെയിലത്തൂടെ നടന്നാൽ? ചുമ്മാതായിട്ടോ, ചെറുതായിട്ട് വെയിൽ കുറഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങിയതാണ്. അങ്ങനെ ഞങ്ങൾ പതുക്കെ കടലിൻ്റെ തീരത്തോട്ട് പോവുക. അപ്പം ലച്ചുവും കണ്ണനും അവരുടെ ഹണിമൂണല്ലേ, അപ്പോൾ അവരും അങ്ങനെ മുന്നോട്ട് പോകുന്നു. അമ്മ ഇങ്ങനെ ചെറിയതായിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് ഒട്ടകത്തിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുന്നു. ഞാനും അമ്പാടിയും കൂടെ കടൽ തീരത്തോട്ട് പോയി. വൈശാണ്ണാണെങ്കിൽ കാലും പാൻറ്റും ഒന്നും നനയുന്നതും മണ്ണിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് വൈശാട്ടൻ കടൽ വെള്ളത്തിലോട്ട് കളിക്കാനൊന്നും ഇറങ്ങിയില്ല. ഞാനും അമ്പാടിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ലച്ചുവിന് പേടിയുണ്ടായിരുന്നു. അപ്പം എനിക്കൊക്കെ ഇഷ്ടമാണ്. അപ്പം ഞങ്ങളൊക്കെ അതിനകത്ത് ഇറങ്ങി നല്ലതായിട്ട് തിരമാലയൊക്കെ അടിച്ച് കയറി വരുന്നതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. അങ്ങനെ ഞങ്ങൾ നിന്നപ്പോഴാണ് ഈ കുതിര കൊണ്ട് വന്ന 2 പിള്ളേർ വൈശാഖേട്ടൻ്റെയും കണ്ണൻ്റെയൊക്കെ ഫാൻസായിരുന്നു. അതായത് അഖിലന്നാർട്ടി ചാനലിലെ വീഡിയോസൊക്കെ കണ്ട് അവരെ ഇഷ്ടമുള്ള 2 പിള്ളേരായിരുന്നു. അപ്പോൾ അവർ വന്ന് ഞങ്ങളുടെ അടുത്ത് കുറേ നേരം സംസാരിക്കുകയും ഫോട്ടോസൊക്കെ എടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ കുതിരയുടെ കൂടെ നിന്നും ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ അവർ ഞങ്ങളുടെ അടുത്ത് ബായിയൊക്കെ പറഞ്ഞു പോയി. ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്നു. കുറച്ച് നേരം കൂടെയൊക്കെ അവിടെ നിന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ പോകാനായിട്ടൊക്കെ റെഡിയായി. ബോറടിച്ചിട്ടൊന്നും അല്ല, സമയം പോകുന്നതുകൊണ്ട് മാത്രമാണ് പോയത്. ഒരിക്കലും ബോറടിക്കത്തില്ലല്ലോ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ. അങ്ങനെ തിരിച്ചു പോകാൻ പറ്റുമോ? ബീച്ചിൽ വന്നിട്ട് പാനിപൂരിയും ഉപ്പിലിട്ടതും ഒക്കെ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ശരിയാവോ? അതൊക്കെയല്ലേ ഒരു വൈബ്. കടച്ചക്ക ഉപ്പിലിട്ടതാണ് ഞങ്ങൾ വാങ്ങിച്ചത്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കടച്ചക്ക ഉപ്പിലിട്ടത്. പിന്നെ പാനിപൂരി. ഈ പാനിപൂരി തരുന്ന ചേച്ചിയുടെ മോനാണെങ്കിൽ അമ്പാടിയുടെ വീഡിയോസൊക്കെ കാണുന്നതാണ്. അപ്പോൾ അമ്പാടിയെ കണ്ടപ്പോൾ ചേച്ചിക്ക് ഒത്തിരി സന്തോഷമായി. അപ്പോൾ ഞങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്ത് മോനെ കാണിക്കാനായിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. കൊച്ചുകുട്ടികളാണല്ലോ കൂടുതലും ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് പപ്പയ്ക്കും പാഴ്സലൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ ബീച്ചിൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇനി മോമോസ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ മോമോസ് കഴിക്കാനായിട്ടൊരു കടയിൽ വന്നു. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ മോമോസും ബ്രൂവും ആണ് കഴിച്ചത്. അഴീക്കൽ പോയിട്ടുള്ളവർക്കറിയാം, കായലിനും കടലിനും നടുക്ക് കുറച്ച് സ്ഥലം നമുക്ക് നടക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ ഇതിന് ശേഷം അങ്ങോട്ട് പോകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ ചേച്ചി ഞങ്ങളുടെ ചാനൽ കാണാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഓരോന്ന് സംസാരിക്കുക. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി. ഇനി ഐസ്ക്രീമും കൂടെ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പല ഫ്ലേവേർഡായിട്ടുള്ള ഐസ്ക്രീംസാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. പല ഫ്ലേവർ ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറൊക്കെ ചെയ്ത് ആക്രാന്ത മൂത്ത് കഴിച്ചതിൻ്റെ റിയാക്ഷനായി കാണുന്നത്. അങ്ങനെ സൂര്യൻ അസ്തമിക്കാറായി. കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ നടന്ന് എൻഡ് പോയിന്റ് വരെ ഒന്നും പോയില്ല. പിന്നെ ഞങ്ങൾ പകുതി വരെ നടന്നിട്ട് തിരിച്ചിഞ്ഞ് പോകുന്നു. അപ്പോൾ ഇനി ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് പോവാം. ഓക്കെ, ബായ്.